നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്ന രൂപത്തിലുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളിപ്പം ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ രൂപത്തിലാണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്ക് വരുന്നത്, ഏത് രൂപത്തിൽ എക്സാം എഴുതിയാലാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളാണ്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ സബ്ജക്റ്റ് ഏതാന്നുള്ളത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് നമുക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പർ. ഈ ഒരു പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾ പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മസ്റ്റായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമുക്കിപ്പം എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്, അല്ലെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രീഫായിട്ട് തന്നെ എഴുതാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാറുണ്ട്. അപ്പം ഏതൊക്കെ രൂപത്തിൽ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് അത് മുൻകൂട്ടി തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം അത്തരത്തിലുള്ളൊരു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മെയിനായിട്ടും 4 സെക്ഷൻ ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അതായത് സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ എയിൽ നമുക്ക് മെയിനായിട്ടും വരുന്നത് 10 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിങ്ങൾ മെയിനായിട്ടും 8 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. പിന്നെ ഓരോ മാർക്ക് വീതമാണ് നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പം ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണെന്ന് കരുതിയിട്ട് ആരും തന്നെ ബുക്സോ കാര്യങ്ങളൊന്നും വായിക്കാതെ എക്സാം എഴുതാൻ വേണ്ടി പോവരുത്. മസ്റ്റായിട്ടും നോട്ട്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിൽ നമുക്ക് 2 മാർക്കാണ് വരുന്നത്. അതിൽ ടോട്ടൽ നമുക്ക് 8 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 6 ക്വസ്റ്റ്യന് മാത്രം ആൻസർ ചെയ്താൽ മതി. 2 മാർക്കിനുള്ള ആൻസേഴ്സ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അപ്പം 2 മാർക്കിന് നമ്മൾ ഒരുപാട് ആൻസേഴ്സ് എഴുതണമെന്നില്ല. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കത് എഴുതി കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ സെക്ഷൻ സിയിൽ നമുക്ക് വരുന്നത് 8 ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ ഉണ്ടായിരിക്കുക. അതിൽ 5 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഏതാന്നുള്ളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഒക്കെ മസ്റ്റായിട്ടും വായിച്ചതിന് ശേഷം മാത്രം ആൻസേഴ്സ് എഴുതുക. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 5 എണ്ണം എഴുതിയാൽ മതിയല്ലോ എന്നുള്ളത് കൊണ്ട് ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാതെ ഇരിക്കരുത്. 6 മാർക്കിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതണം. എഴുതിയാൽ മാത്രമേ നമുക്ക് 6 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ടും നോട്ട് ചെയ്യുക. അതുപോലെ എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങളിപ്പം ജസ്റ്റ് അതിനടിയിൽ പെൻസിൽ വെച്ചോ അല്ലെങ്കിൽ പെന്ന് വെച്ചോ ജസ്റ്റ് മാർക്ക് ചെയ്താൽ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വാല്യുവേഷൻ ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മാർക്ക് ഏത് രൂപത്തിലാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾ മെയിനായിട്ടും ചെക്ക് ചെയ്തിട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വേണം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ 4-മതായിട്ട് സെക്ഷൻ ഡി ആണ്. അതിനകത്ത് നമുക്ക് ആകെ 4 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇത് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുക. ഇതിൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 10 മാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഓക്കെ, അതിൽ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, കണ്ടന്റ് ഉണ്ടായിരിക്കും, ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമാണ് നമുക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മസ്റ്റായിട്ടും നോക്കുക. അതുപോലെ ഏത് രൂപത്തിലാണ് നിങ്ങൾക്കിപ്പം പലർക്കും ചിലപ്പം ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുക, പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക. അതൊരു കാരണവശാലും മറക്കരുത്. നമുക്ക് ഏത് രൂപത്തിലാണോ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അത്തരത്തിൽ നിങ്ങൾ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് ആകെ 3 മണിക്കൂറാണ് എക്സാം വരുന്നത്. ആ 3 മണിക്കൂറിനുള്ളിൽ ഏത് രൂപത്തിൽ നിങ്ങൾക്ക് എങ്ങനെ നമുക്ക് എക്സാം എഴുതിയെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം ഏത് രൂപത്തിലാണ് എക്സാം എഴുതേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുക. ആ രൂപത്തിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക. നമുക്ക് 10 മാർക്കാണ് വരുന്നത് എന്ന് മാത്രമല്ല, ഏതെങ്കിലും 2
ക്വസ്റ്റ്യൻ മാത്രമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം അതിനനുസരിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആൻസേഴ്സ് എഴുതുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്